ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊന്നും പറയണ്ട എന്നൊക്കെ മനസ്സിൽ ഓർക്കുമായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഈ ലോകവും ഈ ഇതൊന്നും നന്നാവത്തില്ല. അപ്പം ഞാൻ നമ്മളങ്ങ് നന്നായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കണ്ടല്ലോ. പക്ഷേ എങ്കിലും വരുന്ന കേൾക്കുമ്പം ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ ഈശോയെക്കുറിച്ചല്ലേ ഈ പറയുന്നത്. നമുക്കെല്ലാമായ ഈശോയല്ലേ. ആ ഈശോയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. അതാ ഇവർക്ക് എന്തിനാണ് ഈ ദൈവവചനം പറയണേ നമുക്കറിയത്തില്ല. എന്താണ് ദൈവവചനം എന്ന് പോലും അവർക്കറിയത്തില്ല. വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ഇല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ശക്തി അറിയത്തില്ല, ദൈവവചനത്തിൻ്റെ ശക്തി അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഞാൻ കേട്ടു. എന്നാന്നറിയോ, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എന്താണ് അങ്ങേര് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം, ദൈവനീതി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, കുടുംബം, ഇതാണ് ദൈവനീതി. ശരിയത്തില്ല. ഇങ്ങനത്തെ വിഡിത്തങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ സഭ തന്നെ നശിച്ചു പോകും. സഭയിൽ തന്നെയുള്ള വിശ്വാസം അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ദൈവം ഈശോയുടെ പുതിയ നിയമത്തിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിച്ച് ഏതെല്ലാം അവസ്ഥയിലേക്ക് കടന്നു പോകണം എന്നുള്ളത് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴയ നിയമം അന്വേഷിച്ച് പോകണ്ടെന്ന്. പഴയ നിയമമൊന്നും നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. അതങ്ങനെ അതിൻ്റെ വഴിക്ക് കിടക്കും. അതെല്ലാം കഴിഞ്ഞു പോയി. ഈശോയാണ് നമ്മുടെ രക്ഷകൻ. ഈശോയുടെ നാമത്തിലാണ് ഈ സഭ രൂപീകരിച്ചേക്കണേ. ആ സഭയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയുടെ വചനം പാലിക്കണം. വചനം പാലിക്കുമ്പോഴാണ് നമുക്ക് ആ സഭയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. കാരണം ഈശോ ശരിക്ക് വേദനിക്കുക, മനസ്സിലായില്ലേ? ഈശോ ഒരു സഭയൊന്നും ഉണ്ടാക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈശോ ഒരു സഭ ഉണ്ടാക്കാൻ ആർക്കും അധികാരപ്പെടുത്തിയിട്ടുമില്ല. വിശുദ്ധ പത്രോസിനോട് പറഞ്ഞു, നീ പാറയാവുന്നു, നീ പാറയുമ്പോൾ ഞാൻ എൻ്റെ പള്ളി പണിയും, എൻ്റെ ആട്ടുകുട്ടികളെ നീ മേയ്ക്കണം. പക്ഷേ ആ ഒരു വചനത്തെ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ സഭകളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ കുഴപ്പമില്ല, സഭയൊക്കെ നല്ലതാണ്. സഭയില്ലെങ്കിൽ പിന്നെ ഓരോരുത്തരുടെയും വിശ്വാസം പൂർണ്ണമാകാൻ പറ്റത്തില്ല. ഓരോ മതവിശ്വാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ കോടാനുകോടി ജനങ്ങളെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. മതമൊക്കെ നല്ലതാണ്, സഭയും നല്ലതാണ്. പക്ഷേ ആ സഭയെ കെട്ടുറപ്പെന്ന് പറഞ്ഞാൽ ബൈബിളാണ്. വേറൊരു സ്ഥലത്ത് പറഞ്ഞ് സഭയുടെ കെട്ടുറപ്പ് പുരോഹിതന്മാരാണ്, വൈദികരാണ്. അല്ല, വൈദികർ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇതേക്കുറിച്ച് പറഞ്ഞു തരാനും ആ വഴി പോകാനുള്ളൊരു മാർഗം നിർദ്ദേശിക്കാനാണ് വൈദികരുടെ കടമ. അല്ലാണ്ട് അവരല്ല സഭയെ മുന്നോട്ട് പോകുന്നത്. അവർ വേണം, അവരിൽ പിന്നെ ഇത് ആരെയും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കരുത്. അറിയാൻ പാടില്ലാത്തവൻ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കർത്താവിൻ്റെ വചനം പറയരുത്, ഈശോയെക്കുറിച്ച് പറയുകയും ചെയ്യരുത്. നിങ്ങൾക്ക് വല്ല പൈസയ്ക്ക് വല്ല ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അത് എല്ലാവരുടെയും പറയണേ. യൂട്യൂബിൽ വരുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും ഇതിങ്ങനെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കരുത്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുകയും ചെയ്യരുത്. നമ്മുടെ ഈശോയല്ലേ, പാവമല്ലേ, ഓരോ മനുഷ്യനും വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് അത്രയും വേദന സഹിച്ച് നമ്മളൊക്കെ ഒരുക്കിയതല്ലേ അന്നത്തെ മനുഷ്യർ, അല്ലേ? കിടക്കാൻ ഇടയില്ല,
ഉടുക്കാൻ ഒരു വസ്ത്രം കണ്ടുള്ളൂ, കഴിക്കാൻ ഭക്ഷണമില്ല. ഇതൊന്നുമില്ലാത്ത ഈശോയാണ് നമ്മുടെ ഈശോ. ആ ഈശോനെയാണ് നമ്മൾ പിന്തുടരുന്നത്. ആ ഈശോനെയാണ് ഇന്ന് സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇല്ലേ? ഞാൻ അതേക്കുറിച്ചൊക്കെ പറയുമ്പം ഒരുപാട് പറയണം. അപ്പോൾ അന്നേരം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പട്ടിണി കിടന്ന, അതായത് ഏറ്റവും കിടക്കാൻ പോലും സ്ഥലമില്ലാതെ, അന്തി ഉറങ്ങാനൊരു ഇടമില്ലാത്ത നമ്മുടെ ഈശോയുടെ പേരിലാണ് ഈ സഭ നടക്കുന്നത്. എന്നിട്ട് ആ സഭയുടെ അവസ്ഥ എന്താ? ആ സഭയുടെ ആസ്തി എന്താണ്? ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മൾ ശരിക്കും ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, ഈശോയുടെ വചനം പ്രഘോഷിക്കുന്നു, അതൊന്നും അല്ല ശരി. നമ്മൾ എപ്പോഴും നമ്മുടെ ഈശോയെക്കുറിച്ചാണ് അറിയേണ്ടത്, പഠിക്കേണ്ടത്, അല്ലേ? എത്രയോ പാവപ്പെട്ടവർ ഈ സഭയിൽ തന്നെയുണ്ട്. വേറെ നമ്മളെ ലോകത്തേക്കൊന്നും വേണ്ട. ഈ ക്രൈസ്തവ സഭയിൽ തന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത, കിടക്കാൻ വകയില്ലാത്ത, ഉടുക്കാൻ വകയില്ലാത്ത, വിവാഹം നടത്താൻ കഴിയാത്ത എത്രയോ കുടുംബങ്ങൾ കിടന്ന് വേദനിക്കുമ്പോഴാണ് നമ്മുടെ സഭ ഈ കെട്ടിപ്പടുത്ത ഈ സൗഹൃദത്തിൻ്റെ മുകളിൽ കഴിയുന്നത്. അതൊക്കെ ഒന്ന് ചിന്തിക്കണം. അതൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പം. ഞാനതൊന്നും കുറ്റമായിട്ട് പറഞ്ഞതല്ല, ഞാനതിനെ കുറ്റം പറയുക അതൊന്നും അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇതൊന്നുമല്ല, എനിക്ക് ഇതിൽ കൂടുതൽ പറയാനുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ക്ലാസ് കേട്ടതാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ഇല്ലേ? ബാക്കി നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞോ. അതായിരുന്നു എൻ്റെ ടോപ്പിക്. അതിനുവേണ്ടി ഞാനിത് തുടങ്ങി. അല്ലാണ്ട് സഭേനെ കുറ്റം പറയാനോ സഭയുടെ സ്വത്തിൻ്റെ കണക്ക് പറയാനൊന്നും അല്ല. അതൊന്നും എന്നെ ഞാൻ പറഞ്ഞപ്പോൾ അത് നമ്മുടെ ഈശോനെ കുറിച്ച് പറഞ്ഞത്. ഈശോ അങ്ങനെയാണ് ജീവിച്ചത്. ഈശോ അങ്ങനെയാണ് സഭയല്ല അന്നത്തെ ജനങ്ങളെ. അന്ന് ക്രൈസ്തവ സഭയൊന്നുമില്ല. ഈശോയുടെ കാലത്ത് ക്രൈസ്തവ സഭയൊന്നും ഇല്ല. ആ ഈശോനെയാണ് ഇന്ന് നമ്മൾ പിന്തുടരുന്നത്. ആ ഈശോയുടെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു മനസാക്ഷി ഒക്കെ വേണം കാര്യം പറയുമ്പോൾ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് വേറൊന്നും സഭയെക്കുറിച്ച് തെറ്റായി പറയാനോ വൈദികരെക്കുറിച്ച് പറയാനോ ഒന്നല്ല. അതൊന്നും എൻ്റെ ഭാഗങ്ങളല്ല. അപ്പം അങ്ങനെ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ആദ്യം അവിടുത്തെ, അതായത് മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനം പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം പറഞ്ഞ ആ രാജ്യം, അത് സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. സ്വർഗരാജ്യമാണ് നിങ്ങളുടെ ലക്ഷ്യം. അതാണ് ഈ ദൈവത്തിൻ്റെ രാജ്യം. വിഡ്ഢിക്കുശ്മാണ്ടൻ, ഇല്ലേ? അടുത്തെന്ത് ചെയ്യണം? അവിടുത്തെ നീതി, അല്ലേ? ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. എന്താണ് നീതി? എന്താണ് ആ നീതി? പള്ളിയിൽ പോകണം, ഉപസാരിക്കണം, കുർബാന സ്വീകരിക്കണം, ഇല്ലേ? നൊവേനകൾ കാണണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ നീതി. തെറ്റല്ലേ? തെറ്റാണ്. അങ്ങനെയൊന്നും ആരെയും പഠിപ്പിക്കരുത്, അങ്ങനെയൊന്നും ആരോടും പറയുകയും ചെയ്യരുത്. അവിടുത്തെ രാജ്യം എന്താണ്? അവിടുത്തെ രാജ്യം, ആ സ്വർഗരാജ്യം, അതായത് യേശുവിൻ്റെ രാജ്യം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഒരു മനുഷ്യനിൽ അവിടുത്തെ രാജ്യം രൂപീകരിക്കണം എങ്ങനെയാണ്? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം എങ്ങനെ രൂപപ്പെടുത്തും? ആരും നമുക്ക് കൊണ്ട് തരത്തില്ല. നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ രാജ്യത്തിലൂടെ കടന്നു പോകണം. എന്താണ് ആ രാജ്യം? ഏതാണ് ആ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യവും, അല്ലേ? അവിടുത്തെ രാജ്യം, അവിടുത്തെ രാജ്യവും നീതിയും. അവിടുത്തെ രാജ്യം എന്താണ്, അല്ലേ? നിങ്ങൾ നോക്കി ബൈബിളൊക്കെ വായിക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. അങ്ങേർക്ക് അറിവില്ലാന്ന് എനിക്ക് തോന്നണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ദൈവരാജ്യം. ദൈവരാജ്യം വരണമെങ്കിൽ ഇത് ഒരു വ്യക്തി ഇത് നടപ്പാക്കണം. ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനം പൂർത്തീകരിക്കണം. ഇല്ലേ? കർത്താവ്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സ്നേഹത്തോടും. മനസ്സിലല്ലേ? അപ്പോൾ ചോദിക്കുക, അതെങ്ങനെയാണ് ഈ പൂർണ്ണ നടക്കണം? ഈ പൂർണ്ണതയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണം. ഈ പൂർണ്ണതയിലേക്ക് നമ്മൾ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എല്ലാം പറ്റുള്ളൂ. ആദ്യം നമ്മൾ എടുത്ത് മാറ്റിക്കളയേണ്ടതെന്നറിയോ? നമ്മുടെ സമ്പത്തിൻ്റെ അഹങ്കാരത്തെയാണ്. ഞാനെന്ന വ്യക്തി എന്ന അഹങ്കാരത്തെയാണ് നമ്മൾ അതിനെടുത്ത് കളയേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത്. സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേ കടിച്ചു തൂങ്ങി അതിൻ്റെ പുറകെ അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവരാജ്യം ആദ്യം അവിടുത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ, ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം, പിതാവായ ദൈവത്തിൻ്റെ രാജ്യം. ആ രാജ്യത്തിലേക്ക് നമുക്ക് ചെല്ലണമെങ്കിൽ, ആ രാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ സ്വർഗമൊന്നുമല്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം. ഇവിടെ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ എത്തിപ്പറ്റേണ്ടത്. മനസ്സിലായില്ലേ? കാരണം പൂർണ്ണ മനസ്സോട്, മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, മറ്റെല്ലാത്തിനും തള്ളിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോട് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതാണ് അവിടുത്തെ രാജ്യം. നിങ്ങൾ വേറെ ഒന്നിനെയും പോകണ്ട. സ്വർഗം നമ്മുടെ സൃഷ്ടിയാണ്. ഈ ഭൂമിയിലാണ് നമ്മുടെ സ്വർഗം കിടക്കുന്നത്. ഈ ഭൂമി ചെയ്യുന്ന ഓരോ നന്മകൾക്കാണ് നമ്മുടെ സ്വർഗം. മരിച്ചുപോയാൽ നമ്മൾ ശൂന്യമാണ്. മരിച്ചുപോയാൽ പിന്നെ അതിനകത്ത് നമ്മുടെ പേര് പോലും കുറേ കഴിയുമ്പോൾ ആരും ഓർക്കത്തില്ല. എന്തിന്? ആരും ഓർക്കണം? നമ്മുടെ മക്കൾ ഓർക്കത്തില്ല, നമ്മുടെ കൂടപ്പുറപ്പുകൾ ഓർക്കത്തില്ല. കാരണം അവർക്കെല്ലാം വേറെ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ തള്ളപ്പെടും. പിന്നെ മരിച്ച ഒരു ദിവസം അതൊരു ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകും. ആ മനുഷ്യനാണ് ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകുന്നത്. അതാണ് സ്വർഗരാജ്യം. ഈ 3 പൂർണ്ണത നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം, നമ്മുടെ ആത്മാവിലുണ്ടാവണം, നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ആ 3 പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ. മനസ്സിലായില്ലേ? ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. നമ്മളെക്കൊണ്ട് പറ്റുമോ? ഒരു ക്രിസ്ത്യാനിയെ കണ്ടുകൊണ്ട് വേണം അന്യമതസ്ഥർ ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരാൻ, യേശു ക്രിസ്തുവിനെ അനുകരിക്കാൻ. എങ്ങനെയാണ് ക്രിസ്ത്യാനിയെ കണ്ടുപിടിക്കുന്നത്? ഇതാണ് ഇതിലൂടെയാണ് അവനെ കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യുന്നവനിലൂടെ കണ്ടുപിടിക്കണം. ആദ്യം അവൻ്റെ ഹൃദയത്തിൽ 3 കാര്യം സംഭവിക്കണം. ഇല്ലേ? ആ 3 കാര്യം എന്താണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നവന് ഒരു തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റപ്പെടാനാണ് ഈ ഫിലിപ്പിയർ ലേഖനത്തിൽ 2:4 പറയുന്നത്. പൗലോസിലെ പറഞ്ഞേക്കതാണ്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഇതൊന്നുമില്ലാത്തവൻ
ക്രിസ്തുവിനെ അനുകരിക്കാൻ പറ്റത്തില്ല അല്ലേ? ക്രിസ്തുവിനെ അനുകരിക്കാൻ പറ്റത്തില്ല. അവൻ്റെയൊക്കെ ജീവിതം പോയി, അവൻ്റെയൊക്കെ ജീവിതം പാഴായി. അവനൊക്കെ വേറെ എന്തിനേക്കോ ആശ്രയിച്ച് ജീവിക്കുന്നവനായതുകൊണ്ട് അവനൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അവനൊന്നും സ്വർഗരാജ്യം, അതായത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറ്റത്തില്ല, കഴിയില്ല. വലിയൊരു വചനമാണത്. അതിനെയാണ് ചുമ്മാ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളഞ്ഞ പുള്ളി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിതൊന്നും നിൽക്കത്തില്ല, എനിക്കൊന്നും ഇതിൻ്റെ പറയാൻ പോകല്ല. ഈ ഫിലിപ്പേ ലേഖനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇനി അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് ഒന്നും കൂടി ഒരു വഴിയിലേക്ക്, ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം. അത് കേൾക്കണ്ടേ നമുക്ക്? 40 കേൾക്കണ്ടേ? എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അത് ചെയ്യണമെങ്കിൽ കുർബാന സ്വീകരിച്ചാലും നടക്കില്ല. ഹൃദയത്തിൽ യേശു ഉണ്ടാവണം, ഹൃദയത്തിൽ ദൈവവചനം നിറയണം, ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കണം, ഹൃദയത്തിൽ ദൈവത്തെ ചേർത്ത് വയ്ക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ഈ മത്തായിയുടെ സുവിശേഷം 25-40 ചെയ്യത്തില്ല. ഓരോ മനുഷ്യരാ അല്ലേ? നമ്മളെപ്പോലെയുള്ള മനുഷ്യരല്ലേ, കൈയും കാലും ഒക്കെയുള്ള നമ്മളെപ്പോലെ മനുഷ്യർ. അവർ വയറ് വിശക്കുന്ന വന്നാലും ചിന്തിച്ച് നോക്കി, വിശക്കുന്ന വയറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും? ഞാൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വിട്ടോട്ട് പറയാം. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. കേരളത്തിലായിരിക്കും അത് കൂടുതൽ. ഞാൻ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ കേട്ടിട്ട് ആർക്കെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഒന്ന് കേൾക്കാൻ പറയണം. ഈ എല്ലാ ദിവസവും രാവിലെ ഈ മഴയത്തും മഞ്ഞത്തും തണുപ്പത്തും എല്ലാം പോയി രാവിലെ മുതൽ നടന്നു പോകുന്നവരുണ്ട്, സൈക്കിളിൽ പോകുന്നവരുണ്ട്, സ്കൂട്ടറിൽ പോകുന്നവരുണ്ട്, കാറിൽ പോകുന്നവരുണ്ട്. ഇങ്ങനെ പോയി ആ കാലത്തെ വിശുദ്ധ ബലി സ്വീകരിക്കുന്ന ആ ആൾക്കാർ ഒന്ന് ചിന്തിച്ച് അവരൊന്ന് മനസ്സിലാക്കണം, അവരൊന്ന് അറിയണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാൻ 3 നേരത്തിന് 4 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം പോലും കഴിക്കാനില്ലാത്ത എത്രയോ കുടുംബങ്ങൾ, എത്രയോ മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. കൊച്ചു കുട്ടികളെ പോലും അതുങ്ങൾക്ക് ഓരോ നേരം പാല് വാങ്ങിക്കൊടുക്കാൻ പോലും പറ്റാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ അവരൊന്നും കാണാതെ ഇത് മേടിച്ച് തിന്നിട്ട് ഒരു ഗുണവുമില്ല. അതാണ് പൗലോസിനെ പറഞ്ഞത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് വായിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ പോയി അത് മേടിച്ച് കഴിക്കുക, അയോഗ്യതയിലൂടെ അത് കഴിക്കണം. നോക്കി, ഇവരെ കാണാതെ, ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കാണാതെ, ഈ പാവപ്പെട്ട മനുഷ്യരെ കാണാതെ നിങ്ങൾ എത്ര സമ്പത്ത് കൂട്ടി വെച്ചാലും അത് നശിച്ചു പോകത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല, ഒരു ഉപകാരവും ഉണ്ടാകത്തില്ല. ആ മക്കളൊക്കെ കുറേ കഴിയുമ്പോൾ തല്ലിത്താങ്ങിട്ട് ആറാണ് കല്ല് പഠിച്ചു പോകും. എന്തോരം പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കുറേ മനുഷ്യരുണ്ട്. കണക്കില്ലാത്ത സമ്പത്തിൻ്റെ ഉടമകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ആരും കുറ്റപ്പെടുത്തണത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. കണക്കില്ലാത്ത സ്വത്തിൻ്റെ ഉടമകളാണ് അനേകം പേര്. അതിൽ 1 രൂപ പോലും നിങ്ങളെന്നും കൊടുക്കണ്ട. ദിവസവും കാലത്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കണ്ട. ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഈ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, ഒരു 1/4 ഭാഗം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ആർക്കും കൊടുക്കരുത്. ആരെയും കൊടുത്ത് ഏൽപ്പിക്കുക, ആരുടെ കയ്യിലും കൊടുത്ത് ഏൽപ്പിക്കരുത്. അതിന് ഫലം ഉണ്ടാകത്തില്ല. നിങ്ങൾ ആരുടെ കയ്യിലും കൊടുത്ത് ഏൽപ്പിച്ചാൽ അതിന് ഫലം കിട്ടത്തില്ല, നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല. 100 കൊടുക്കാൻ ഏൽപ്പിച്ചാൽ 50 കൊടുക്കുക, 50 ആകുമ്പോൾ ഇരുന്നു. അത് സ്വാഭാവികമാണ്. നമ്മൾ ആരും കുറ്റം കാര്യമില്ല. പൈസയാണ്. പൈസ കയ്യിൽ വരുമ്പം നമുക്ക് വെറുതെ ചൊറിച്ചിൽ വരും, ആഗ്രഹങ്ങൾ വരും, ആവശ്യങ്ങൾ വരും. ഇതിന് 50 അതിന് പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, കൊടുക്കില്ല.
നിങ്ങൾക്ക് കണ്ടെത്താവുന്ന ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. നാളൊരു ക്രൈസ്തവ സഹോദരൻ, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആരെങ്കിലും കൊടുക്കും, ഞാൻ ഏത് പാവപ്പെട്ട നമ്മൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞങ്ങളുടെ പള്ളിയിൽ കൊടുക്കാൻ എനിക്ക് മടി, അത് അച്ഛന്മാർ കൊടുക്കത്തില്ല. അയാൾക്ക് എന്താ അനുഭവം ഉണ്ടോ, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു, അത് എൻ്റെ ഭാഗമല്ല. അപ്പം പള്ളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കത്തില്ല. പിന്നെ ഉള്ളത് അവർ കൊണ്ടുപോയി കൊടുത്ത് ഒരമ്പലത്തിലാണ്. ഒരമ്പലത്തിൽ പൂജാരിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. അത് അവർ കൊടുത്തോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പിന്നെ ഞാൻ ആ സാധനം കൊടുത്തിട്ടില്ല. ഇപ്പോഴും അയാൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇത് കണ്ടെത്തണം, നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഇല്ലാത്തവരെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ദൈവകൃപ നമ്മളിലേക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ വരത്തില്ല. ഞാൻ അന്വേഷിച്ചിട്ട് ഇവിടെ ഇല്ല, കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് തെറ്റാണ്. എത്രയോ പാവപ്പെട്ട മക്കൾ പഠിക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ, ചോർന്നൊലിക്കുന്ന കുടുംബങ്ങൾ മേഞ്ഞ് കിടക്കാൻ വഴിയില്ലാതെ വിഷമിക്കുന്നു. എത്രയും മക്കൾ രോഗികളായി കിടന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഇല്ലേ? എത്രയോ കുഞ്ഞുങ്ങൾ വിവാഹപ്രായം കഴിഞ്ഞിട്ട് നിൽക്കുക, അപകടാവസ്ഥയിൽ നിൽക്കുക, അവരൊന്ന് സഹായിക്കാൻ. അതിനൊന്നും അവർ കണ്ടെത്തില്ല. ആരും മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതല്ല, ഇതിൻ്റെ വലത് കരം കൊടുക്കുന്നത് ഇടത് കരം അറിയരുതെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ കാണാനില്ല, നമ്മൾ കൊടുക്കുന്നത് വേറെ ആരും അറിയാൻ പാടില്ല, അറിയരുത്. അതുകൊണ്ട് ഈ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കാൻ പറഞ്ഞത് ആ തെറ്റായ സാഹചര്യത്തിന് ഞാനൊന്ന് തിരുത്തിയത് മാത്രമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അല്ല ഏത് മതസ്ഥനാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഏത് മതസ്ഥനും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ക്രിസ്ത്യാനി ചെയ്യത്തില്ലെന്ന് നിൽക്കുന്നു, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല മറ്റെല്ലാ മതസ്ഥർക്കും ഇത് ചെയ്യാവുന്ന കാര്യമാണ്. പൂർണ്ണ ഹൃദയത്തോട് അങ്ങനെയല്ലേ ഇതിനകത്ത് പറയണം. അങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കണം, ശിവനെ സ്നേഹിക്കണം, ക്രിസ്തുവിനെ സ്നേഹിക്കണം. ഇത് ആർക്കും ചെയ്യുന്നൊരു കാര്യമാണ്. എന്ത് തരംതിരിവൊന്നുമില്ല, ഇല്ലേ? ശരിയല്ലേ? അങ്ങനെ തരംതിരിവുകളൊന്നുമില്ല. അതുപോലെ തന്നെ അതായത് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. ഇത് ക്രിസ്ത്യാനിക്കല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഹിന്ദുവിന് മാത്രമല്ല, മുസ്ലിമിന് മാത്രമല്ല, സകല ജാതികൾക്ക് ചെയ്യാം. ഇവിടെയെല്ലാം നിങ്ങളുടെ ദൈവത്തെ, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ കാണുന്ന, നിങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദൈവത്തെ നിങ്ങൾ കാണുക. അതാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളത് ചെയ്യുക. ഇനി അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ, ഈ ഭൂമിയിലെ ജീവിതം നമുക്കിങ്ങനെ കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. അത് പോകാതിരിക്കണമെങ്കിൽ ഇതാണ് ഈ എളിയവനെ ചെയ്യുന്നത്. അതായത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്, ഇല്ലായ്മയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിക്കുമ്പോൾ അത് ആർക്കാണ്? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്. ഏത് മതക്കാരായിക്കോട്ടെ കേട്ടോ, ഏത് ജാതിക്കാരായിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതസ്ഥരും എല്ലാ മനുഷ്യരും ഈ വഴി ചെയ്യണം. ഒന്ന് പോയാൽ നല്ലതായിരിക്കും. ക്രിസ്ത്യാനിക്ക് മാത്രമല്ല,
ക്രിസ്ത്യാനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് ഇങ്ങനെ കൂട്ടി 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 പണിക്കാർക്ക് കാശ് കൊടുക്കാണ്ട് അവിടുന്ന് ഇവിടുന്നെല്ലാം തട്ടിപ്പറിച്ച് ഓരോന്നും മത്തിയെടുത്തിട്ട് കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കും. മക്കൾ ചവിട്ടി കൂട്ടി പേരുവഴിയിലേക്ക് എറിയും. ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ഒരുപാട് പേരെ കൊണ്ട് പല ആശ്രമങ്ങളിലും കൊണ്ടാക്കി വെക്കുന്നുണ്ട്. പച്ചമുളക് ഏക്കർ കണക്കിന് സ്ഥലം, അതിനകത്ത് ജോലിക്കാർ, കൂലിക്കാർ, റബ്ബർ വെട്ടി വിൽക്കുന്നവർ പച്ചമുളക് കടിച്ചു കൂട്ടി കഞ്ഞി കുടിച്ച് സമ്പാദിച്ച് കൂട്ടിയത് മക്കൾക്ക് കൊടുത്ത് മക്കളെടുത്ത് വലിച്ച് പുറത്തേക്ക് ഇറങ്ങി. മരിക്കാൻ നേരത്തെ മക്കളുടെ മക്കളെ കാണാനോ ആ മനുഷ്യന് യോഗം ഉണ്ടായില്ല. അതാണ് ഈ ലോകം. അതിൽ നിന്ന് രക്ഷപ്പെടുക. മനസ്സിലല്ലേ? അപ്പോൾ അവിടുത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. അതാണ് അവിടുത്തെ രാജ്യം. അവിടുത്തെ നീതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ മറ്റുള്ളവരെയും കൂടി നമ്മൾ പരിഗണിക്കണം, നമ്മുടെ കാര്യം പോലെ. എന്നിട്ട് ഈ ചെറിയ അവനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യും. ഇന്നാണ് അതിന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോഴും ഇപ്പം ഹിന്ദുക്കളുടെ അവരുടെ ദൈവത്തിന് നമ്മൾക്കെല്ലാം അവർക്ക് കടപ്പാടാണ്. അതുപോലല്ല, അവർ നമ്മളോട് കടപ്പാടുണ്ടാകണം. ആ കടപ്പാടുണ്ടാകണമെങ്കിൽ ഈ എളിയവന് ചെയ്യുന്നത് അത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് ബോധ്യം വരുമ്പം അവർക്ക് നമ്മളോട് കടപ്പാടുണ്ടാകും. മുസ്ലിംസിൻ്റെ അവിടെയും നമ്മൾ അള്ളാഹുവിന് നമ്മളോട് കടപ്പാടുണ്ടാക്കണം. ഈ എളിയവന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, ഈ പാവപ്പെട്ടവൻ നമ്മൾ ചെയ്യുമ്പം ആ കടപ്പാട് അള്ളാഹു നിങ്ങളിലേക്ക് വരും. ഈ കടപ്പാട് നമ്മൾ ചെയ്യുമ്പോൾ, ക്രിസ്ത്യാനികൾക്ക് ചെയ്യുമ്പോൾ ആ യേശുവിൻ്റെ കടപ്പാട് നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മുടെ കുടുംബം സുരക്ഷിതമാകും, എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല കാര്യമായിരിക്കും. ഞാൻ ആ വചനം കേട്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ടാണ് പറഞ്ഞാൽ കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിധിക്കാനോ ഒന്നും എൻ്റെ പണിയല്ല. എനിക്ക് തെറ്റായി തോന്നിയത് തിരുത്തണം തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. മറ്റുള്ളവർ കൂടി വരും. എനിക്കിത് ഷെയർ കിട്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ വരുമാനം കിട്ടാൻ വേണ്ടിയല്ല, എനിക്കൊന്നും വേണ്ട. എനിക്കൊരു വരുമാനം വേണ്ട. എനിക്ക് എൻ്റെ പെൻഷനുണ്ട്, അത് ധാരാളം മതി. അതും നന്നാദ്യ എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്ത് ബാക്കിയുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു 1/3 ഭാഗം കൊടുക്കാനായിരുന്നു. അത് 1/3 ഭാഗം കഴിഞ്ഞപ്പോൾ 3 ഇപ്പോൾ പകുതിയുടെ അടുത്തേക്ക് വന്നിരിക്കുക. ഞാൻ കൊടുത്തുകൊണ്ട് പറയണതല്ല. അപ്പോൾ എനിക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടണ്ട, എനിക്കൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് കിട്ടാൻ ആഗ്രഹമാണ്. ഞാൻ കോടീശ്വരനാണ്, കോടാനുകോടികളുടെ ആസ്തി എനിക്കുണ്ടാവുമായിരുന്നു. ഇനി അതൊന്നും ഇല്ലെങ്കിലും എൻ്റെ പെൻഷൻ കാശ് മാത്രം മതി എനിക്ക് ലാവിഷായിട്ട് ജീവിക്കാം. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന മറ്റുള്ളവർക്കുള്ള ഒരു സഹായം ചെയ്തു കൊടുത്ത് ആ രാജ്യം നേടുന്ന പോലെ തന്നെ ആ നീതിയും നിങ്ങൾ നേടണം. അവിടുത്തെ രാജ്യം നമ്മൾ കരസ്ഥമാകുന്ന പോലെ അവിടുത്തെ നീതിയും നമ്മൾ കരസ്ഥമാക്കണം. ഇത്തരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയും, ഞാൻ ആരെയും വിമർശിക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുക അങ്ങനെ വിമർശിക്കാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം, മനസ്സിലല്ലേ? അല്ല, അതൊന്നും എൻ്റെ ഭാഗമല്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് കൂടി സഹായം ചെയ്ത് ജീവിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. വിശ്വസിച്ചായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.